ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ വാഹനം ഓടിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടി മാത്രമല്ല, വാഹനം ഓടിക്കുന്ന നല്ല ഡ്രൈവേഴ്സും ഡ്രൈവിങ്ങിനിടയിൽ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവാകും. അതോടൊപ്പം തന്നെ നിങ്ങൾ നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്കിതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നും. കാരണം നിങ്ങൾ ഒരു പരിധി വരെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഓക്കെ, എന്താണ് ആ കാര്യമെന്ന് ഞാനൊന്ന് പറയാം. അതായത് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ നമ്മളുടെ ഫുഡ് പെഡലുകളിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ കാല് പ്ലേസ് ചെയ്യേണ്ട ഒരു മെത്തേഡുണ്ട്. അതായത് ക്ലച്ചിൽ കാൽ എങ്ങനെ വെക്കണം, ബ്രേക്കും ആക്സിലറേറ്ററും കൊടുക്കുമ്പോൾ നമ്മൾ എവിടെയാണ് കാല് കൃത്യമായിട്ടും വെച്ചിട്ട് ബ്രേക്കിലും ആക്സിലറേറ്ററും കാല് മാറി കൊടുക്കേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് തുടക്കക്കാരെ സംബന്ധിച്ച്. എന്നാൽ എക്സ്പേർട്ടായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ഇത് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഒരു മെത്തേഡിലുമായിരിക്കും. ഇനി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കാണുക. ഇനി നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ കാണുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് വാഹനം നന്നായിട്ട് ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ലെഗ് പ്ലേസ് ചെയ്യുമ്പോൾ അവരറിയാതെ ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതായത് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ നമ്മളുടെ വലത്തെ കാലിൻ്റെ യൂസ് വരുന്നത് ഒന്ന് ബ്രേക്ക് ചവിട്ടാനും മറ്റൊന്ന് ആക്സിലറേറ്റർ കൊടുക്കാനായിട്ടാണ്. ബിഗിനേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇടത്തെ കാലിൻ്റെ യൂസ് വരുന്നത് എന്തിനാണ്? നമുക്ക് ക്ലച്ച് ചവിട്ടാനായിട്ടാണ്. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് ലെഗ് പ്ലേസ് ചെയ്യേണ്ട ഒരു മെത്തേഡുണ്ട്. അതായത് ഈ 3 പെഡലുകളിലും നമ്മൾ ലെഗ് പ്ലേസ് ചെയ്യേണ്ട ഒരു മെത്തേഡുണ്ട്. അതായത് എക്സ്പേർട്ടായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ ആണെങ്കിൽ അവരെപ്പോഴും പ്ലേസ് ചെയ്യുന്നത് ബ്രേക്കിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തെ ഇത്തരത്തിലായിരിക്കും അവരുടെ വലത്തെ കാല് പ്ലേസ് ചെയ്യാറുള്ളത്. പെട്ടെന്നൊന്ന് ആക്സിലറേറ്റർ കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ അയച്ചതേ ഇത്തരത്തിൽ ചെരിച്ച് ആക്സിലറേറ്റർ കൊടുക്കും. ആക്സിലറേറ്ററിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിൽ മെല്ലെ ബ്രേക്കിലേക്ക് വരും. ഈ ഒരു സമയത്ത് ഇവരുടെ കാലിൻ്റെ എൻഡ് കൃത്യമായിട്ടും ഈ ഒരു ഫ്ലോറിൽ ഉണ്ടായിരിക്കും. അതായത് ഇങ്ങനെ ഒരു സപ്പോർട്ടിന് ഉണ്ടായിരിക്കും. ഇത് വളരെ കൂളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്നാൽ ചില ആൾക്കാർ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സൊക്കെ ചെയ്യുന്ന റോങ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. ബ്രേക്കിൽ ചവിട്ടാനായിട്ട് ഇത് ഇങ്ങനെ എടുത്ത് ബ്രേക്ക് ഔട്ടും ഇങ്ങനെ എടുത്ത് ആക്സിലറേറ്റർ കൊടുക്കും. ഇത് രണ്ടും റോങ് ആയിട്ടുള്ളൊരു മെത്തേഡാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചിലർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ആക്സിലറേറ്റർ പെഡലിന് നേരെ താഴെയായിട്ട് ഇങ്ങനെ കാല് പ്ലേസ് ചെയ്യും. ഇതും റോങ് ആണ്. കാരണം നമുക്ക് ആക്സിലറേറ്ററിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ബ്രേക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ കാല് ചെരിഞ്ഞാണ് വന്നേക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചവിട്ടുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ പെയിൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ വാഹനം നിർത്തി ഒരു വാഹനത്തിൽ ഇത് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ഒരു കാരണവശാൽ ഇത് ഇങ്ങനെ ചെയ്യരുത്. ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് വെക്കുക. ഈ ഒരു സമയത്ത് നമ്മളുടെ കാലിൻ്റെ ഈ ഒരു എൻഡ് ഭാഗം ഫ്ലോറിലും ഉണ്ടായിരിക്കണം. ഇനി അതോടൊപ്പം തന്നെ പലരുടെ ഒരു സംശയമാണ്, നമ്മൾ ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളുടെ കാലിൻ്റെ ഈ ഒരു എൻഡ് ഭാഗം, ബാക്കിലെ എൻഡ് ഭാഗം ഫ്ലോറിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം ക്ലച്ച് അമർത്തി നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്നവരും ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ അവരുടെ കാലിൻ്റെ എൻഡ് ഇവിടെ ഇങ്ങനെ വെക്കാറില്ല. കാരണം നമുക്ക് ഒന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ കാലെടുത്ത് വീണ്ടും ഫ്ലോറിൽ വെക്കും. അതുകൊണ്ട് തന്നെ അത് ചെയ്യാറില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കും. ഞാൻ വണ്ടി ഓടിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം. അതിന് മുന്നേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിലാണെങ്കിൽ പോലും ഇത് ക്ലച്ചിൽ നിന്ന് അയക്കുന്ന അവസരങ്ങളിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ കാലിങ്ങനെ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. അതിനുശേഷം ഇങ്ങനെ പതുക്കെ അയച്ചെടുക്കും. ഇങ്ങനെ അയച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു ബാലൻസ് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ഫ്ലോറിൽ ഈ കാലിൻ്റെ എൻഡ് ഭാഗം ഇവിടെ വെച്ചിട്ടാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇത് ഇങ്ങനെ അയച്ചു വരുമ്പോൾ നിങ്ങൾ നോക്കുക, ക്ലച്ച് പെഡലിൻ്റെ ആ ഒരു ഭാഗം, അതായത് ഈ ഒരു ഭാഗം കാലിൻ്റെ ഈ നടുക്ക് ഭാഗത്തേക്കൊക്കെ വരും. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ബാലൻസ് കിട്ടത്തില്ല. അപ്പോൾ ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാല് ഫ്രീ ആക്കിയിട്ട് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. ഞാൻ എൻ്റെ വലത്തെ കാല് കൃത്യമായിട്ട് ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്യുന്നു. ബ്രേക്ക് ചെറുതായിട്ട് ഞാനൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാനിത് ക്ലച്ച് ചവിട്ടാനായിട്ട് എൻ്റെ ഇടത്തെ കാല് ഫ്രീ ആക്കുകയാണ്. ഫ്രീ ആക്കി ഞാനിത് ക്ലച്ച് ഔട്ടുന്നു. ക്ലച്ച് പൂർണ്ണമായിട്ട് അമർത്തിയാൽ നമുക്ക് ഈ ഫ്ലോറിൽ ജസ്റ്റ് കാലിൻ്റെ എൻഡ് ഇങ്ങനെ ഒന്ന് വെക്കാം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വരെ. ഓക്കെ, ഞാനിത് വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. അതായത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഇനി അതിനുശേഷം ഞാനിത് ബ്രേക്ക് പെഡലിൽ നിന്ന് കാല് ഇത് ഇങ്ങനെ ചെരിച്ച് ആക്സിലറേറ്റർ പെഡലിലേക്ക് ഇത് ഇങ്ങനെ വെക്കുകയാണ്. ശേഷം എന്ത് ചെയ്യുന്നു, ഇടത്തെ കാല് ഞാൻ ജസ്റ്റ് ഇത് ഫ്രീ ആക്കിയിട്ട് ഇത് ക്ലച്ച് നയിക്കുകയാണ്. അതായത് കാലിൻ്റെ എൻഡ് ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് നയിക്കുക. ഇങ്ങനെ അയച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്ലച്ച് കൺട്രോളിങ് ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ നോക്കുക, ക്ലച്ച് നയിക്കുന്നു. ഒപ്പം ഞാനിത് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം മെല്ലെ മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, വാഹനം മെല്ലെ നമ്മൾ മുന്നോട്ട് എടുക്കുന്നു. ഓക്കെ, വാഹനം മുന്നോട്ടെടുത്തു.
ഇനി ഞാനിത് ക്ലച്ച് ചെയ്യുന്ന പൂർണ്ണമായിട്ട് കാലയച്ച് ഫ്ലോറിൽ കാല് വെക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ആക്സിലറേറ്റർ ഞാൻ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ഈ ഒരു മെത്തേഡിലാണ്. ഇനി ജസ്റ്റ് ബ്രേക്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ വരിക. വീണ്ടും നമുക്ക് ആക്സിലറേറ്റർ കൊടുക്കാം. വാഹനം പോവുകയാണ്, വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഇത് ക്ലച്ച് ചവിട്ടുന്നു, പൂർണ്ണമായിട്ട് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു, ക്ലച്ചിൽ നിന്ന് കാലയച്ചു. ഇപ്പം ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കേ, കണ്ടില്ലേ? ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യുന്നത്. വീണ്ടും ഞാൻ വണ്ടിക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ആക്കുകയാണ്. നിങ്ങൾ നോക്കുക, വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഇനി ആക്സിലറേറ്റർ കുറയ്ക്കുന്നു, ഇതേ ക്ലച്ച് എടുത്ത് ചവിട്ടി തേർഡ് ഗിയർ കൊടുക്കുന്നു, ക്ലച്ച് എന്ന് കാലയക്കുന്നു. വീണ്ടും ഞാനിതേ ആക്സിലറേറ്റർ കൊടുക്കുന്നത് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ബ്രേക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ജസ്റ്റ് ഞാൻ കാലെടുത്തതേ ഇങ്ങനെ ചെരിച്ച് ബ്രേക്കിലേക്ക് വരുന്നു. അപ്പോൾ എനിക്ക് കൃത്യമായിട്ടും പ്രോപ്പറായിട്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാലും ഇത് ഇങ്ങനെ ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തുക. അതിനുശേഷം നമ്മൾ കാലിൻ്റെ എൻഡ് ഇങ്ങനെ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്ന നല്ല ഡ്രൈവേഴ്സും ചെയ്യാറുള്ളത്. പലപ്പോഴും അത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാ സാഹചര്യങ്ങളിലും ഈ ഒരു മെത്തേഡ് അനുസരിച്ചല്ല ബ്രേക്ക് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ ചില സിറ്റുവേഷനിൽ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ബ്രേക്കിൽ എടുത്ത് കാല് വെക്കേണ്ടി വരും. ഈ ഒരു രീതിയിൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ക്ലച്ചൊക്കെ ചവിട്ടേണ്ടി വരും. അത് ചില സിറ്റുവേഷനിലാണ് വരുന്നത്. എന്നാൽ ഒട്ടുമിക്ക വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന അവസരങ്ങളിലും കൂടുതലായിട്ടുള്ള ഒരു യൂസ് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് തന്നെയാണ് വരുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തുടക്കക്കാരോട് പറയാം. അതായത് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സീറ്റ് ഒരുപാട് ഇത്തരത്തിൽ മുന്നോട്ട് കയറ്റിയിട്ടാണ് നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ, തുടക്കക്കാർ ഒരുപാട് പേര് ചെയ്യുന്ന റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ നമ്മൾ ഫുട് പെഡൽ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ഇടത്തെ കാലിനും വലത്തെ കാലിനും പെയിൻ ഉണ്ടാകുമെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ നോക്കുക, എൻ്റെ വലത്തെ കാല് ഇപ്പോൾ നമുക്ക് ആക്സിലറേറ്റർ പെഡൽ കാണാം, ബ്രേക്ക് പെഡൽ കാണാം. ബ്രേക്ക് എന്ന് ഇത്തരത്തിൽ മാറ്റി അമർത്തുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും എൻ്റെ കാലിന് പെയിൻ ഉണ്ടാകും. കാരണം ഇതിപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മടങ്ങിയാണ് ഇപ്പോൾ എൻ്റെ കാലിരിക്കുന്നത്. നമുക്കൊരു പ്രോപ്പറായിട്ട് കാല് ചവിട്ടാനായിട്ടുള്ള ഒരു രീതിയിലല്ല ഇരിക്കുന്നത്. ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് ഒരു തരത്തിലുള്ള ഗുണവുമില്ല. നിങ്ങളുടെ കാലിന് പെയിൻ ഉണ്ടാകും. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാല് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്ന് തന്നെ നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കും. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. അതായത് നിങ്ങളുടെ കൈയുടെ ഈ റിസ്റ്റില്ലേ, ഈ റിസ്റ്റ് ഭാഗം നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇരിക്കുമ്പോൾ നിങ്ങളെ കാണിച്ചാൽ ജസ്റ്റ് ഞാൻ സീറ്റ് ബാക്കിലേക്കൊന്ന് ഇടുകയാണ്. അതിനുശേഷം നമ്മളിങ്ങനെ കൈ നിവർത്തുക. കൈ നിവർത്തി വെക്കുമ്പോൾ നമ്മുടെ കൈയുടെ റിസ്റ്റ് ഏകദേശം ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തുമായിട്ട് ഈ വരുന്ന പൊസിഷനിൽ നമ്മളിങ്ങനെ കൈ നിവർത്തി വെക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നിശ്ചിത ഒരു സ്പേസ് ഉണ്ടാകും. നമ്മൾ ക്ലച്ചും ബ്രേക്കും കൺട്രോൾ ചെയ്യുന്ന അവസരങ്ങളിലും നമ്മളുടെ കാലിന് ഒരുപാട് മടക്കം ഒന്നും വരത്തില്ല. നിങ്ങളെ ഞാനതൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ എൻ്റെ കാല് കണ്ടില്ലേ, പ്രോപ്പറായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഈ ഒരു സമയത്ത് കണ്ടില്ലേ ക്ലച്ച് പൂർണ്ണമായിട്ട് അമർത്താം. നിങ്ങൾ നോക്കുക, എനിക്ക് ബ്രേക്ക് കാല് വെക്കാം. ഇത്തരത്തിൽ മാറി ആക്സിലറേറ്റർ കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ചില അറിവുകൾ ലഭിച്ചു എന്ന് തന്നെ കരുതുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.